ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമായ പുളിയിഞ്ചിയാണ്. അത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് എങ്ങനെ പുളിയിഞ്ചി തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയാണ് വേണ്ടത്. ഒരു 150 ഗ്രാം ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ തയ്യാറാക്കി മാറ്റി വെക്കുക. ഇനി അടുത്ത് വേണ്ടത് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടത് പുളിയാണ്. പുളി ഇവിടെ ഒരു നെല്ലിക്കയെക്കാട്ടിലും കുറച്ചും കൂടി വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പുളിയാണെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് വേണം. അതിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇളം ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പുളി പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ പുളി ഇതേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കാം. ഇനി ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് കറിവേപ്പില, അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, ഒരു 5 മുതൽ 7 വരെ ചെറിയുള്ളി, അതുപോലെ പച്ചമുളക്, ഒരു 3 എരിവുള്ള പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഇഞ്ചിക്കറിക്ക് മെയിനായിട്ട് നമ്മൾ മുളക് പൊടിയിൽ നിന്നല്ല, പച്ചമുളകിൽ നിന്നുള്ള എരിയാണ് കൂടുതലായിട്ട് വേണ്ടത്. ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഈ ഒരു കളറായാൽ മതി നമുക്ക്. ഇനി ഇതിലേക്കാണ് ഒരു 1/4 ടീസ്പൂണിലും കുറവ് കായപ്പൊടി ചേർക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് കാരണം പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീ ഓഫ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ കൂടുതൽ പുളി എടുക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ഇത്രയും അളവിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ടത് പിഴിഞ്ഞെടുക്കുക. നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിള വരണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് തിള വരണം. നമ്മൾ ഒരിക്കലും കൂടുതൽ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് വറ്റിച്ചെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. ഇനി ഇതിൽ കിടന്നിട്ടാണെങ്കിൽ നന്നായിട്ടൊന്ന് കുറുകി വരണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ വേറൊരു ഇത് ചേർക്കേണ്ടത് ശർക്കരയാണ് ചേർക്കേണ്ടത്. ഞാനൊരു 6 മുതൽ 7 വരെ ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്, ടീസ്പൂണല്ല. ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിലുള്ള വ്യത്യാസം 3 ടീസ്പൂണാണ് ഒരു ടേബിൾ സ്പൂണ്. അപ്പം 6 മുതൽ 7 വരെ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ശർക്കര ചേർത്തിട്ടുണ്ട്. പിന്നെ പുളിയിഞ്ചിയുടെ കളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്കൊരു നല്ല ബ്ലാക്ക് കളറാണ് വരുന്നത്. അത് നമ്മൾ എടുക്കുന്ന പുളിയുടെയും ശർക്കരയുടെയും ക്വാളിറ്റി അനുസരിച്ചിരിക്കും പുളിയിഞ്ചിയുടെ കളർ വരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നല്ല ശർക്കരയും പുളിയും ഒക്കെ നോക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ട് അടുപ്പിൽ കിടന്നിട്ടാണെങ്കിൽ കുറുകി വരണം. അതുവരെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ അതാ നമ്മുടെ പുളിയിഞ്ചിയൊക്കെ ആണെങ്കിൽ നല്ല കുറുകി നല്ല കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കാം. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓപ്ഷണലാണ്. ഇത് നിങ്ങൾ ചെയ്യണം എന്നില്ല. അപ്പം എൻ്റെയൊക്കെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്കാണെങ്കിൽ കുറച്ച് കടലപ്പരിപ്പ് വറുത്ത് ഇതിലേക്ക് ചേർക്കാറുണ്ട്. അതേ സമയത്ത് തന്നെ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് താളിച്ച് എടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും കുറച്ചും കൂടി കൺസിസ്റ്റൻസി വരും. എപ്പോഴും ഉണ്ടാക്കിയ ശേഷമാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടോ നെക്സ്റ്റ് ഡേയോ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ കടലപ്പരിപ്പ് ചേർക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.